ഇപ്പോൾ എം വിൻസെന്റ് MLA മാധ്യമങ്ങൾ കാണുന്നു എൻ്റെ തത്സമയം പറഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും എഴുന്നേറ്റ് ഈ പ്രവൃത്തികളൊക്കെ നടക്കുന്ന സമയത്താണ് ഇത് കാണാൻ കുട്ടിയെ കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു സംഭവം. അല്ല അതെ ആ നിലയിലാണ് ഇവരുടെ ആദ്യം നൽകിയിട്ടുള്ള വിശദീകരണം. എത്തിയിരുന്നു. ആ സമയത്താണ് അവരോട് സംസാരിച്ചത്. കുഞ്ഞിനെ കണ്ടെത്തിയതിന് ശേഷം അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പാണ് അവരോട് സംസാരിച്ചത്. അപ്പോൾ അമ്മമ്മയാണ് പറഞ്ഞത് ഈ കുഞ്ഞിന് പുറത്തിറങ്ങുന്ന ഒരു ടെൻഡൻസിയും ഇല്ല. ഈ മൂത്ത കുഞ്ഞാണെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങുമായിരിക്കും, പക്ഷേ ഇളയ കുഞ്ഞ് പുറത്തിറങ്ങുന്ന ടെൻഡൻസി ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞാണ്. അപ്പോൾ അകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംഭവം. അപ്പോൾ തീപിടുത്തം അണയ്ക്കാൻ വേണ്ടി ഇവർ പോയി അണച്ച് അതിനിടയിൽ അവിടെ പോയി നോക്കിയപ്പോഴാണ് ഇളയ കുഞ്ഞില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആദ്യം നോക്കിയപ്പോൾ 2 കുട്ടികളും കിടക്കുന്നതായിട്ട് അവർക്ക് തോന്നി. പിന്നെ വീണ്ടും വന്ന് നോക്കിയപ്പോൾ ഇളയ കുഞ്ഞില്ല എന്നുള്ളതാണ്. 2 കുട്ടികളും ആദ്യം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനോടൊപ്പം ഇളയ കുഞ്ഞിനെ എടുത്ത് രണ്ടാമത് കിടത്തുകയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. മൂത്ത കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇളയ കുട്ടിയെ അച്ഛനോടൊപ്പം കിടത്തിയിട്ടാണ് പോയത്. അതിനുശേഷമായിരിക്കാം ഈ തീപിടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ല, അതിനെക്കുറിച്ച് അറിയില്ല, അതിപ്പോഴാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു കുഞ്ഞിനോട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതും അതുമായിട്ട് എന്താണ് ബന്ധം? മുതിർന്ന ആളുകളൊക്കെ നിൽക്കുകയല്ലേ. അല്ല, ഇവര് ഈ പറയുമ്പോൾ ഇവര് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഉണർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു ഈ കിണറിനടുത്തൊരു നിഴൽ മാറുന്നത് കണ്ടു എന്ന് കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞിരുന്നു. അതല്ല, അത് ആ സമയത്താണ് ഞാൻ. പിന്നെ ഈ ഒരു കുഞ്ഞിനെ കാണാതിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു പോലീസ് രീതിയിൽ നമുക്ക് അവരോട് കാര്യങ്ങൾ തിരക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഒരു നിഴൽ മാറുന്നത് കണ്ടിരുന്നു എന്ന് കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞതായിട്ട് അമ്മയും അടുത്തടുത്ത് നിൽക്കുകയായിരുന്നു. മണ്ഡലത്തിൻ്റെ നിയമസഭാ സാമാജികൻ എം വിൻസെന്റ് സംസാരിക്കുകയായിരുന്നു.